നമസ്കാരം. ഓരോ ദേവതയ്ക്കും നിശ്ചിതമായ പ്രദക്ഷിണങ്ങളുടെ എണ്ണം ആഗമശാസ്ത്രത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഗണപതിക്ക് ഒരു പ്രദക്ഷിണവും സൂര്യന് രണ്ടും പരമശിവന് മൂന്നും ദേവിക്കും മഹാവിഷ്ണുവിനും 4 വീതവും പ്രദക്ഷിണം വെക്കണം. ആൽമരത്തിന് 7 പ്രദക്ഷിണമാണ് വിധിച്ചിട്ടുള്ളത്. 21 പ്രദക്ഷിണം വളരെ ശ്രേഷ്ഠമായാണ് കണക്കാക്കുന്നത്. കൂടാതെ എല്ലാ ദേവതകൾക്കും പൊതുവെ 3 പ്രദക്ഷിണമാകാം. ആദ്യത്തെ പ്രദക്ഷിണം കൊണ്ട് ഭക്തൻ പാപത്തിൽ നിന്നും മോചിതനാകുന്നു. ദേവദർശന അനുമതിയാണ് രണ്ടാമത്തെ പ്രദക്ഷിണത്തിന്റെ ബലം. മൂന്നാമത്തെ പ്രദക്ഷിണം കൊണ്ട് ഐശ്വര്യവും സുഖവും ലഭിക്കുന്നു. എന്നാൽ പ്രദക്ഷിണം വെക്കുമ്പോൾ ബലിക്കല്ലുകളിൽ സ്പർശിക്കാനേ പാടില്ല. ഭക്തന്റെ വലതുവശത്ത് ബലിക്കല്ല് വരത്തക്ക വിധം വേണം പ്രദക്ഷിണം വെക്കാൻ. 2 ബലിക്കല്ലുകളുടെ മധ്യത്തിൽ കൂടി പോവുകയും അരുത്. അഭിഷേക തീർത്ഥമൊഴുകുന്ന ഓവിൽ തൊടുകയോ ഓവിലൂടെ ഒഴുകിവരുന്ന തീർത്ഥം കോരിക്കുടിക്കുകയോ അരുത്. ശിവക്ഷേത്രത്തിലെ ഓവ് മുറിച്ചു കിടന്ന് പ്രദക്ഷിണം വെക്കരുത്. ഭക്തിയോടും ശാസ്ത്രവിദ്യയോടും കൂടി ചെയ്യുന്ന പ്രദക്ഷിണം ജീവിതത്തിലെ പാപനാശത്തിനും കൃപയ്ക്കും ഐശ്വര്യത്തിനും കാരണമാകുന്നു. ഇത്തരത്തിലുള്ള കൂടുതൽ ആത്മീയ അറിവുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി.